Hello dears, welcome back to our channel with love Anju. നിങ്ങൾക്ക് ഈ ചീരച്ചേമ്പിനെ കുറിച്ച് അറിയാമോ? ചീരച്ചേമ്പ്, ഇലച്ചേമ്പ്, വിത്തില്ല ചേമ്പ് എന്നൊക്കെ പറയുന്ന ഒരു തരം ചേമ്പുണ്ട്. അത് നമ്മൾ തോരനൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഇലകളും തണ്ടുകളും നമ്മൾ കറി വെക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് ഭയങ്കര ഈസി ആയിട്ട് വളർത്താം. അതുപോലെ കുറേ പേർക്കൊക്കെ ഇതിനെക്കുറിച്ച് അറിയായിരിക്കും. ഇപ്പോൾ എല്ലായിടത്തും തന്നെ കോമൺ ആയിട്ട് കാണുന്നുണ്ട് കേട്ടോ ഇത്. ഞാൻ പക്ഷേ ഒരു 6 മാസമൊക്കെ മുമ്പാണ് ആദ്യമായിട്ട് ഈ സാധനം കാണുന്നത്. ശരിക്കും വളരെ ഈസിയാണ്. ഇതിങ്ങനെ ഒരെണ്ണം നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് നമുക്കിതിന് തോരൻ വയ്ക്കാം. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഈ ചീര വെച്ചുണ്ടാക്കുന്ന എല്ലാ സാധനങ്ങളും തന്നെ നമുക്ക് ഇതിൻ്റെ ഇല വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റും. പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞ പോലെ കിഴങ്ങുണ്ടാകത്തില്ല. ജസ്റ്റ് ഇതിൻ്റെ ഇലകളും തണ്ടുകളും മാത്രമാണ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഇതിൻ്റെ ഒരു കൃഷി രീതി എന്നൊക്കെ പറയുന്നത് ഇതിൻ്റെ അടിയിൽ തനിയെ ഇങ്ങനെ പൊട്ടി മുളച്ച് വരും. അതിൻ്റെ പുതിയ തൈകൾ വരും. അതാണ് നമ്മൾ വേറെ ആയിട്ട് നട്ട് പിടിപ്പിക്കുന്നത്. പക്ഷേ ഇപ്പോൾ ഇതിനകത്ത് ഇല്ല കേട്ടോ, വേറെ തൈ വന്നിട്ടില്ല. ഉണ്ടായിരുന്ന ഒരെണ്ണം നമ്മൾ അപ്പുറത്ത് മാറ്റി നട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഇതിൻ്റെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ മറ്റ് ചേമ്പിൽ നിന്ന് എങ്ങനെയാണ് ഇതിനെ തിരിച്ചറിയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു ഷേപ്പ് ഉണ്ട്. ഇലയുടെ ഒരു ഷേപ്പ് വെച്ചിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അത് കാണിച്ചു തരാം. ഇതിൻ്റെ ഇലകളുടെ അരികിൽ കൂടെ ശ്രദ്ധിക്കുകയാണെങ്കിൽ കാണാം ഒരു ഷേപ്പില്ലേ ഇങ്ങനെ. ഇതുകൊണ്ട് തന്നെ ഇതിന് വേറൊരു പേരുണ്ട് കേട്ടോ, സുന്ദരി ചേമ്പെന്നും കൂടി ഇതിനെ വിളിക്കുന്നുണ്ട്. സുന്ദരി ചേമ്പെന്ന് പറയുന്ന ആ ഇലകളുടെയൊക്കെ ഒരു ഭംഗി കൊണ്ടാണ്. പിന്നെ വേറൊരു കാര്യം, നോർമൽ ചേമ്പിലൊക്കെ ആണെങ്കിൽ നമ്മൾ ഇവിടെ വരെ ഈ ഒരു കട്ടിങ് ഉണ്ടാവും. ഈ ചേമ്പിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കട്ടിങ് കഴിഞ്ഞിട്ട് കുറച്ചൊരു ഡിസ്റ്റൻസ് കണ്ടോ, ഈ ഒരു സ്റ്റാർട്ടിങ്ങിൽ നിന്നുള്ള ഈ ഒരു ഡിസ്റ്റൻസ്, അതാണ് ഈ ഒരു ചേമ്പിൻ്റെ ഇലയുടെ വ്യത്യാസം. ഇത് വെച്ചിട്ട് നമുക്കിത് കണ്ടുപിടിക്കാൻ പറ്റും. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിന് ഒട്ടും തന്നെ ചൊറിച്ചിലുണ്ടാവില്ല കേട്ടോ. നമ്മൾ മറ്റേ നോർമൽ ചേമ്പിൻ്റെ തണ്ടൊക്കെ നമ്മൾ തോരൻ വയ്ക്കാറുണ്ട്. പക്ഷേ ഇതിൻ്റെ തണ്ടും ഇലയൊക്കെ എടുത്താൽ നമുക്കൊരു തുള്ളി ചൊറിച്ചിലുണ്ടാവില്ല. അതാണ് ഇതിൻ്റെ വേറൊരു പ്രത്യേകത. നമുക്കിനി ഇത് കട്ട് ചെയ്തെടുക്കാം. ഒരു 3 ഇലയെങ്കിലും ഇതിനകത്ത് കട്ട് ചെയ്തെടുക്കാനുണ്ട് ഇപ്പം. പിന്നെ അടുത്തത് മുളച്ച് വരുന്നുണ്ട് കേട്ടോ, അതൊന്ന് കാണിക്കാം. ഇതുണ്ട്, ഇവിടെ നിന്ന് ഇപ്പം മുള പൊട്ടി വരുന്നുണ്ട്. അപ്പം നമുക്കതിൻ്റെ മുകളിൽ വെച്ചിട്ട് കട്ട് ചെയ്യാം. ഒരു 3 ഇല എടുക്കാം, ഒരു തോരനുള്ള ഇല എടുക്കാം. ഇവിടെ വെച്ച് മുറിക്കാം. ഇതിവിടെ കുറച്ച് മുളയുള്ളതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ മുകളിൽ വെച്ചിട്ട് മുറിക്കാം. അപ്പോൾ ഇതാണ് നമ്മൾ മാറ്റി നട്ടിരിക്കുന്ന തൈ കേട്ടോ. ഇങ്ങനത്തെ ഒരുപാട് തൈകളുണ്ടാവും. അപ്പോൾ അതിങ്ങനെ പറിച്ച് മാറ്റി നടുക. ഇതിൻ്റെ കൃഷി രീതി എന്ന് പറഞ്ഞാൽ വലിയ കാര്യമായിട്ടൊന്നുമില്ല. കുറച്ച് ചാണകപ്പൊടി കൂടെ വേണം ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ലതായിരിക്കും. ഒരുപാട് സംരക്ഷണമൊന്നും ആവശ്യമില്ല, അല്ലാതെ തന്നെ നല്ല തഴച്ച് വളർന്നോളും. പിന്നെ നമുക്കിത് ഗ്രോ ബാഗിലും വളർത്താം കേട്ടോ. അപ്പോൾ വലുത് നിൽക്കുന്നത് ഗ്രോ ബാഗിലാണ്. അപ്പോൾ നമുക്ക് അധികം സ്ഥലമൊന്നും ഇല്ല കൃഷി ചെയ്യാമെന്നുണ്ടെങ്കിൽ ബാൽക്കണിയിൽ വേണമെങ്കിലും ഗ്രോ ബാഗിലൊക്കെ ആയിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ആഴ്ചയിൽ ഒരു തവണ വെച്ചിട്ട് ഇലകളൊക്കെ പറിക്കാനുള്ള അത്രയും തോരനൊക്കെ ഉണ്ടാക്കാനുള്ളത് കിട്ടും. അപ്പോൾ നല്ലൊരു സാധനമാണ്. നമ്മളിത് ഒരു തവണ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നല്ല യൂസ്ഫുൾ ആണ് കേട്ടോ. അപ്പോൾ ഒരു 3 ഇലകൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒരു ചെറിയ തോരനുള്ളതുണ്ട്. പിന്നെ ഇതിനൊന്നും തന്നെ കളയാനില്ല. ഇതിൻ്റെ ഇലകളും തണ്ടുകളും യൂസ് ചെയ്യാം. പിന്നെ കുറച്ച് മൂത്ത തണ്ടൊക്കെ ആണെങ്കിൽ നമ്മളിതിൻ്റെ മുകളിൽ നിന്ന് ആ തൊലി പോലെ വലിച്ച് കളയുമല്ലോ, അത് മാത്രം ഒന്ന് കളയണമെന്നേ ഉള്ളൂ. ബാക്കി നന്നായിട്ട് ചെറുതായിട്ട് കുത്തി അരിഞ്ഞിട്ട് തോരൻ വയ്ക്കാം. അപ്പോൾ തോരൻ വയ്ക്കുന്നത് എങ്ങനെയാണെന്നും കൂടെ ഞാൻ കാണിക്കാം കേട്ടോ. ഇപ്പം നമ്മൾ ഇലയൊക്കെ നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. ഇനി ഈ തണ്ട് ഇലയും രണ്ടായിട്ട് മുറിച്ചെടുക്കാം. ഇപ്പോൾ കട്ടിയുള്ള, അതായത് മൂത്ത തണ്ടാണെങ്കിൽ നമുക്കിതിൽ നിന്ന് കുറച്ചിങ്ങനെ എടുത്ത് കളയാനുണ്ടാവും. ഇതിലും ചെറുതായിട്ടുണ്ടാവും നാര് പോലെ, അതൊന്ന് എടുത്ത് കളയാം. ഇനി ഇത് നമുക്ക് ചെറുതായിട്ട് കൊത്തിയരിഞ്ഞെടുക്കാം ഈ തണ്ട്. അതുപോലെ ഇല എങ്ങനെ അരിയുന്നതെന്നും കൂടെ കാണിച്ചു തരാം. പിന്നെ ഈ ചീരച്ചേമ്പിൽ ഒരുപാട് വൈറ്റമിൻസ് ഒക്കെ അടങ്ങിയിട്ടുണ്ട്. വൈറ്റമിൻ എ, ബി, സി, അതുപോലെ പ്രോട്ടീൻ, കാൽസ്യം, ഫോസ്ഫറസ്, അയൺ, പൊട്ടാസ്യം, അങ്ങനെ ഒരുപാട് വൈറ്റമിൻസ് അടങ്ങിയിട്ടുള്ള ഒരു ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഒരു ചീരയാണ്. അതുപോലെ ഇത് നഴ്സറികളിലൊക്കെ ഇപ്പോൾ വാങ്ങാനൊക്കെ അതിൻ്റെ തൈയൊക്കെ കിട്ടുന്നുണ്ട്. ഇനി നമുക്ക് ഈ ഇലയുടെ പുറകിലത്തെ നാര് ഇങ്ങനെ മാറ്റിയെടുക്കാം. ഇങ്ങനെ കൈ കൊണ്ട് ജസ്റ്റ് വലിച്ചാലേ അതിങ്ങനെ കിട്ടുവേ. ഇതിന് ഒരുപാട് മൂത്ത ഇലയല്ല, അത്യാവശ്യം തളിരാണ്. അതുകൊണ്ട് അധികം നാരില്ല, എന്നാലും ഉള്ള അത്രയും നമുക്ക് എടുത്തു കളയാം. ഇനി നമുക്ക് ഈ ഇലകളൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഈസി ആയിട്ട് അരിയാൻ വേണ്ടിയിട്ട് ഇങ്ങനെയൊന്ന് മടക്കുക. ഇവിടെ ഇങ്ങനെ ചുരുട്ടിയെടുക്കുക. അപ്പോൾ നമുക്കിങ്ങനെ പിടിച്ചിട്ട് കൊത്തി അരിയാൻ വേണ്ടിയിട്ട് ഈസി ആയിരിക്കും.
ഇലകളെല്ലാം കൂടെ കൂട്ടി മോളി വെച്ചിട്ട് അങ്ങനെ മടക്കിയാലും പെട്ടെന്ന് ഈസി ആയിട്ട് അരിഞ്ഞെടുക്കാം. അതുപോലെ തണ്ട് എങ്ങനെ അരിയുന്നതെന്ന് ഒന്നുമില്ല, പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. ജസ്റ്റ് ഇങ്ങനെ കൊത്തി ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക. ഇപ്പോൾ ചീര നന്നായിട്ട് ചെറുതായിട്ട് ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് സാധനങ്ങൾ ചേർത്ത് കൊടുക്കണം. ഞാനതിലേക്ക് കുറച്ച് തേങ്ങ ചേർക്കുന്നുണ്ട് കേട്ടോ. ഒരുപാട് തേങ്ങ ആവശ്യമില്ല, കാരണം കുറച്ച് ഇലകളൊക്കെ ഉള്ളൂ. അപ്പോൾ അതിനനുസരിച്ചുള്ള ഒരു ചീരത്തോരനൊക്കെ വെക്കുമ്പോൾ അറിയാമല്ലോ, അത്രയും തേങ്ങ ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു മുളകാണ് ഞാൻ എടുത്തിരിക്കുന്നത്, ഒരു മുളക്. പിന്നെ ഒരു പകുതി ചെറിയൊരു സവാളയുടെ പകുതി ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്, അതും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇത്രയും സാധനങ്ങളാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഒരുപാട് സവോളയും അതുപോലെ തേങ്ങയും ചേർക്കേണ്ട, കാരണം ഈ ഒരു ഇലയും തണ്ടും കൂടെ തോരൻ വെച്ച് കഴിയുമ്പോൾ ചെറിയൊരു ഇളം മധുരമാണ് ഈ തോരന്. അപ്പോൾ ഒരുപാട് തേങ്ങയും ഇതൊക്കെ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര മധുരമായിപ്പോവും. അതുകൊണ്ട് ഒത്തിരി ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. അതിനുശേഷം നമുക്ക് തോരനാക്കിയെടുക്കാം. ഇപ്പോൾ തോരൻ വെക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ചീനച്ചട്ടി അടുപ്പ് വെച്ചിട്ടുണ്ട്. നന്നായിട്ട് ചൂടായിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഈ ചൂടായ എണ്ണയിലേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് തോരന് വേണ്ടിയിട്ട് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന അതെല്ലാം കൂടി ഇട്ട് കൊടുക്കാം. ഇതിൽ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തിട്ട് മൂടി വയ്ക്കാം. നമുക്ക് തുറന്നു നോക്കാം. റെഡി ആയിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ റെഡിയാകും, ഒരുപാട് സമയമൊന്നും വേണ്ട. നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്ത് സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. അപ്പോൾ അതായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഈ ചീരച്ചേമ്പിനെ കുറിച്ചുള്ള വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ.